واحد في صفاته، واحد في ذاته، واحد في أسماعه، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ما لي ملاذ ولا ظهور علوذ به ولا عماد ولا حرز سوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിന്റെ മഹത്തായ ദിനരാത്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നോമ്പും മറ്റു അനുബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങളുമായി നാം എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നോമ്പ് പിറന്ന് നന്നായി ഭക്ഷണം കഴിച്ചു വന്നവരുണ്ടാകും, മിതമായി കഴിച്ച് ഇനി പോയതിനു ശേഷം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതേപോലെ തന്നെ വേഗം വന്ന് ചെന്നിട്ട് പെട്ടെന്ന് ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വേഗം ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ക്ഷീണത്തിലാണ്, ഒരൽപ്പം മുഷിപ്പിലാണ്. കൂടുതലായി ദീർഘമായി സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ആദർശമാണ് തൗഹീദിന്റെ പരമകാഷ്ഠയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തേക്ക് കടന്നു വന്ന 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ അതാത് സമൂഹത്തോട് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ സംസാരിച്ച, പ്രബോധനം ചെയ്ത വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല അംബിയാ മുർസലുകളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല, അത് ഈമാനിന്റെ 70 ശാഖകളിൽ ഏറ്റവും ഉന്നതമാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖകളുണ്ട്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വഫീ റിവായത്തിഹി ശുഅബത്തു മിനൽ ഈമാൻ. അതിൽ ഏറ്റവും ചെറുത് ആ തൗഹീദുള്ള ഒരു വ്യക്തിയുടെ ആ ഈമാനിന്റെ കളികയിൽ ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കി കൊടുക്കുക എന്നത്. അത് ശുഅബത്തു മിനൽ ഈമാൻ, ഈമാന്റെ ശുഅബത്തിൽപ്പെട്ടതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആകാശഭൂമികളോളം പഴക്കമുള്ള, ആകാശഭൂമികളെക്കാൾ കനമേറിയ മഹത്തായ കലിമത്താണ്, ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
മഹാനായ കലീമുല്ലാഹി മൂസ റസൂൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, അല്ലാഹ്, നിന്നെ സ്മരിക്കാൻ, നിന്നെ ഓർക്കാൻ എനിക്കൊരു സ്പെഷ്യൽ ദിക്ർ തരണം. മുമ്പ് കഴിഞ്ഞു പോയ റസൂലുമാർക്ക് ഒന്നും കൊടുക്കാത്തരുത്, ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ദിക്ർ എനിക്ക് തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പൊ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ്, അത് എല്ലാ അംബിയാ മുർസലുകളും അവരുടെ ജനതകളൊക്കെ പറഞ്ഞ വാക്കല്ലേ, ഞാൻ സ്പെഷ്യലായി ചോദിച്ചത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൂസ, ഈ പ്രപഞ്ചത്തിൽ ഉള്ള മുഴുവൻ വസ്തുക്കളും നീ ഒരു തുലാസിന്റെ തട്ടിൽ വെക്ക്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നീ മറ്റൊരു തുലാസിന്റെ തട്ടിലും വെക്ക്. എന്നിട്ട് നീ ഒന്ന് തൂക്കി നോക്ക് മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തട്ടായിരിക്കും ഖനം തൂങ്ങുക. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്ര പോകുന്ന അന്തിമ നിമിഷത്തിൽ നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ആ കലിമത്ത് ഹൃദയം അറിഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി അത് നാവിലൂടെ ഉച്ചരിച്ചിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ സറഖഹു വമൻ സിനാഹു ദഖലൽ ജന്ന യാ റസൂലല്ലാഹ്. ഒരാൾ കട്ടാലും മോഷ്ടിച്ചാലും സിന ചെയ്താലും വ്യഭിചരിച്ചാലും ഒക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച സ്വർഗത്തിലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, സ്വർഗത്തിലാണ്. വീണ്ടും ചോദിച്ചു, 3 തവണ ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ സ്വർഗത്തിൽ പോകും. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തിൽ ചെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപാടെ നല്ലൊരു കൊട്ട വെച്ചു കൊടുത്തു. അടികിട്ടി വേദന കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയിലേക്ക് ചെന്നു. അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇത് കേവലം നാവ് കൊണ്ടൊരാള് ഈമാനില്ലാതെ ഉച്ചരിച്ച് മരിച്ചാൽ മാത്രം സ്വർഗത്ത് പോവില്ല. ഈമാനില്ലാത്തൊരാൾക്ക് ഇത് ഉച്ചരിക്കാൻ കഴിയില്ല എന്നും ഉലമാക്കൾ പറയപ്പെടുന്നുണ്ട്. എങ്കിലും എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി പഠിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായി തഫ്സീറുകളിൽ കാണാൻ കഴിയും. അത് കേവലം ഒരു അധര വ്യായാമമല്ല, അത് കേവലം ഒരു ചുണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദിക്ർ മാത്രമല്ല, മറിച്ച് അതൊരു ആദർശമാണ്, അതൊരു ഐഡിയോളജിയാണ്. ആ ആശയം ഹൃദയത്തിൽ കൃത്യമായി ഉൾക്കൊണ്ട് അത് സത്യപ്പെടുത്തി അത് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും പ്രതിഫലിച്ചെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അയാളുടെ മരിക്കുന്ന സമയത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വാല്യൂ ഉള്ളൂ, വിലയുള്ളൂ എന്നാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. ഫിർഔൻ അല്ലാഹുവിന്റെ ശാപകോപത്തിനിരയായ ഒരു മനുഷ്യനാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ആ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിത്താകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് സമാനമായ ആദർശം ആ ഫിർഔൻ മുങ്ങിച്ചാവുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മൂസ പറഞ്ഞ അല്ലാഹു, ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അവനല്ലാതെ മറ്റാരുമില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം അവനുണ്ടായിട്ടില്ല. അവൻ ലോകാവസാനം വരെ ബർസഖിൽ നരകം കണ്ടുകൊണ്ട് കിടക്കുന്നു എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അത് നമ്മൾ ശരിക്ക് പഠിക്കണം. കാരണം അതിലൊരു ചെറിയ പുഴുക്കു തേച്ചു കഴിഞ്ഞാൽ, ശിർക്കിന്റെ ഒരു ലാഞ്ചന വിശ്വാസത്തിൽ കടന്നു കഴിഞ്ഞാൽ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക
ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഈ ശിർക്ക് ചെയ്താൽ ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ആ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അമലുകളൊക്കെ പൊളിഞ്ഞു. ഓട്ട ബക്കറ്റില് വെള്ളം നിറച്ചിട്ട് അതാണ് പൊന്തിച്ചാൽ എന്താ കഥ? ഒരു ഓട്ടോയുടെ ചാക്കിൽ കുറെ സാധനങ്ങൾ നിറച്ചിട്ട് പൊന്തിച്ചാൽ എന്താ കഥ? അത് മുഴുവൻ താഴെ പോവും. ദിക്റുകളും ദുആകളും സലാത്തുകളും അന്നദാനങ്ങളും സ്വതക്കയും ഉംറയും ഹജ്ജും നമസ്കാരവും ഖുർആൻ ഖത്മ തീർത്തതും കുടുംബജീവിതത്തിൽ പാലിച്ച വിശുദ്ധിയും ഹറാമുകൾ കൈയൊഴിച്ചതുമാകുന്ന സൽഗുണ സമ്മേളനങ്ങൾ അഥവാ സൽക്കർമ്മങ്ങളുടെ ഒരു കൂമ്പാരം, ഒരു മല തന്നെ ഒരാളുടെ കയ്യിലുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ, കർമ്മത്തിൽ അയാൾക്ക് ശിർക്കുണ്ടെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകും. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ജുമുഅക്ക് മുമ്പ് ഓതി തീർക്കൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്താണ്. എന്താ അത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അല്ലാഹുവിന്റെ മുഖത്തെ, അവന്റെ വജ്ഹിനെ കൺകുളിർമയോടുകൂടി കാണണം. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. നരകത്തിന്റെ ലാഞ്ചന പോലും രോമകൂപങ്ങളെ സ്പർശിക്കാതെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നമ്മളോട് ചോദിക്കാനല്ല, ഉണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കണം അങ്ങനല്ലേ? സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം, അള്ളാഹുവിനെ കൺകുളിർക്കെ കാണണം. ഇതിനേക്കാൾ അപ്പുറം എന്ത് ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്ന നമുക്കുള്ളത്? അള്ളാഹു ആ രൂപത്തിൽ തന്നെ നിയ്യത്തോടുകൂടി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല പറയാം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹ് പറയുന്നു ഫൽയഅമൽ അമലൻ സാലിഹാ, നിങ്ങൾ റസൂലിലൂടെ സ്ഥിരപ്പെട്ടു വന്ന എല്ലാ സാലിഹായ അമലുകളും ചെയ്യണം. കഴിയുന്നതൊക്കെ നിങ്ങൾ പൊറുക്കിയെടുക്കണം. പരമാവധി നിങ്ങൾ മത്സരിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നേറണം. പക്ഷേ അള്ളാഹു തആല ഒരു കണ്ടീഷൻ പറഞ്ഞു. എന്ത്? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ, അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ആ ഇബാദത്തിൽ നിങ്ങൾ ഒരു പങ്കാളിയെയും ചേർക്കാൻ പാടില്ല. അപ്പൊ വിശ്വാസത്തിലും അമലിലും ഒരു ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനം, ചോണൻ ഉറുമ്പ് ഇത്ര നിസാരാണ്. ആ ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനം എന്താണ്? തൂക്കമല്ല സംവിധാനം ഉണ്ടോ? അത്ര ഹൃദയത്തിൽ ഈ ശിർക്ക് എന്ന വിശ്വാസങ്ങളായ കർമ്മത്തിൽ വേണ്ട, കർമ്മത്തിൽ വേണമെന്നില്ല, ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചാൽ അതോടുകൂടി ഈ കണ്ട സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എത്ര വലിയ ഗൗരവമുള്ള വിഷയ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻമാത്ത, നിങ്ങളിൽ ഒരാൾ മരണപ്പെടുമ്പോൾ വഹുവ യുശ്രികു ബില്ലാഹി ശൈഅ, ഒരു ചെറിയ ചോണുമ്പിന്റെ കാലിന്റെ കനത്തിനേക്കാളും ചെറിയ ഒരു വിശ്വാസം ശിർക്കായ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദഖലന്നാർ, നരകത്തിലാണ്. മൻമാത്ത, നിങ്ങളിൽ ഒരാൾ മരണപ്പെടുകയാണ് വഹുവ ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല, അമലും ചേർത്തിട്ടില്ല, വിശ്വാസത്തിൽ ചേർത്തിട്ടില്ല എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ട് തൗഹീദ്, ആ തൗഹീദിന്റെ പരമകാട്ടയായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർത്തു കളയുന്ന ഏറ്റവും വലിയ മാരകമായ വിഷമാണ് ശിർക്ക്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ സാരോപദേശങ്ങളാണ് ആ മുഖത്തിൽ പറയുന്നത്. തന്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട്, മകനെ വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നു, വഇദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് മോനെ. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നത് കടുത്ത അക്രമമാണ്, ഭയങ്കര പാപമാണ്. നമ്മളൊക്കെ മദ്രസ പോയാലാണ്, നമ്മളെ
മദ്രസയിൽ നമ്മൾ പഠിച്ച ഒരു ഹദീസാണ്. എന്ത്? ഇജ്തനിബൂ സബഉൽ മുബിഖാത്ത്, 7 നാശകരങ്ങളായ പാപങ്ങൾ നിങ്ങൾ പാടേ ഒഴിവാക്കണം. അല്ലേ? അതിലൊന്നേതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. അല്ലാഹുവിൽ പങ്കുചേർക്കൽ കടന്നു വന്നാൽ എല്ലാം തകരും. അതുകൊണ്ട് മരണം വരെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ, വിശ്വാസത്തിലോ കർമ്മത്തിലോ ഞാൻ ശിർക്ക് വെക്കുകയില്ല എന്ന് നമ്മൾ ഉറച്ച് തീരുമാനിക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന ആ അല്ലാഹു തൃപ്തിപ്പെട്ട ആ സമൂഹം നമുക്ക് മാതൃകയാക്കി അല്ലാഹു തആല റോൾ മോഡലായി സ്വീകരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ച സമൂഹം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും കൃത്യമായി നിങ്ങൾ ഒരു ജനസമൂഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ജനപദമാണ് അല്ലാഹു തൃപ്തിപ്പെട്ട വിഭാഗം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചത് ഒന്നാമതായി നമസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, മറ്റുള്ള സൽക്രമങ്ങളല്ല, മറിച്ച് ഒന്നാമതായി പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശത്തിന്റെ വിശുദ്ധിയും അതിന്റെ പവറും അതിന്റെ ആത്മീയ രുചിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവർക്ക് സ്വർഗത്തിന് വേണ്ടി, നരകത്തിന് വേണ്ടി, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സാധിച്ചത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് അകമൊഴിഞ്ഞിറങ്ങാൻ പലപ്പോഴും നമ്മെ തടസ്സപ്പെടുത്തുന്നതിന്റെ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ അത് നമ്മളിൽ പൂർണ്ണമായിട്ടില്ല എന്നാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ താക്കോലിന്റെ പല്ല് ഒരൽപ്പം പൊട്ടിയാൽ, ആ പല്ല് വിടവൊന്നകന്നാൽ, ആ പല്ല് തേഞ്ഞു പോയാൽ അത് ഡോറ് തുറക്കാൻ കഴിയാത്ത വിഷമം വരും. അപ്പൊ ഈ പല്ലുകൾ കൃത്യമാക്കലാണ് ഒന്നാമത്തെ പണി. അത് നമുക്ക് കൃത്യമായിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് സ്വന്തം നഫ്സിനോട് ചോദിച്ചാൽ അറിയാം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖദറിനെതിരായി നമ്മൾ സംസാരിക്കും. അല്ലേ? അള്ളാഹുവിന്റെ ഖദറിനെതിരായി സംസാരിക്കും. എന്താ ഖദറിനെതിരായി സംസാരിക്കൽ? ആണ് പോണ്ടില്ലേനി, ആ പണ്ടറങ്ങായി ചെയ്യേണ്ടില്ലേനി, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച ഒരു മുസീബത്തിനെ അല്ലാഹു തആല എഴുതി വെച്ച മുസീബത്താണ്. അത് അവൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തിയതാണ്. ആ മഷി ഉണങ്ങിയതാണ്. ഇനി നമ്മളെ ജീവിതത്തിൽ മാറ്റാൻ നമുക്ക് കഴിയില്ല. ആ മുസീബത്തിനെ, ആ പരീക്ഷണത്തെ അല്ലാഹു തആലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഒരു വിശ്വാസി പറയേണ്ട വാക്കെന്താ? പിരാക്ക, ഇറങ്ങേറായി അല്ല, മറിച്ച് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യം പറയേണ്ട വാക്കതാണ്. പിന്നെ പറയേണ്ട വാക്കെന്താ? അല്ലാഹുമ്മ ഹ്ജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. രണ്ടാമത് പറയേണ്ട വാക്കതാണ്. ഒരു ഉദാഹരണം പറയാ, നമ്മളൊക്കെ ആ വിഷയത്തിൽ നമ്മളെ തൗഹീദിൽ മായം കലർന്നിട്ടുണ്ടോ, വിള്ളലേറ്റിട്ടുണ്ടോ, ദൗർബല്യമുണ്ടോ ഇല്ലേ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. നമ്മൾ വളരെ അർജന്റായിട്ട് ഒരു യാത്രക്ക് ഇറങ്ങി, ഞായറാഴ്ച ദിവസമാണ് കൂട്ടിക്കൂടി. ഇറങ്ങിയ ഇറക്കത്തില് നമ്മള് അങ്ങാടി കണ്ടെത്തി കാറിന്റെ ടയറോ ബൈക്കിന്റെ ടയറോ പഞ്ചറായി. സത്യത്തിലൊരു മുസീബത്താണ്. എന്താ നമ്മളെ നാവിൽ നിന്ന് ആദ്യം വരിക? കയ്യപ്പെടാൻ അടിക്കൂല, പണ്ടാറടങ്ങാണ്. രാവിലെ ബൈക്ക് ഇറങ്ങിയതാ, അപ്പോ അതിന് പണ്ടാറായി ടയർ. ഇന്നാണ് ഞായറാഴ്ച, മുജീബ് പീടിയ തുറന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ അവിടെ അങ്ങോട്ട് അങ്ങാടിക്ക് ചെന്നാൽ അവിടെ ഉണ്ടാവില്ല. കാട്ടുക, നമ്മുടെ മനസ്സിൽ വരുന്ന വാക്ക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോൺ എടുക്കും. ആദ്യം ഫോൺ എടുത്തിട്ട് നമ്മൾ പരിചയമുള്ള ടയർ കിടക്കാനുള്ള നമ്പറോ അല്ലെ ഓന്റെ പരിചയക്കാരുടെ നമ്പറോ ആദ്യം അല്ലേ? ആണോ? അല്ലേ? ആണ്. വിളിച്ചിട്ട് വണ്ടി ആകെ ഇപ്പൊ ഞാൻ അർജന്റ് സംഗതിക്ക് ഇറങ്ങി, എന്താ കാട്ടുക? അല്ലേ? ഒരു മുസീബത്ത് ബലാൽ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന് ആദ്യമായി ഭരമേൽപ്പിക്കേണ്ടതും ആദ്യമായി ആ വിഷയത്തിൽ സൊല്യൂഷൻ ചോദിക്കേണ്ടത് ആരോടാ? ടയറടക്കാരോടാ?
അല്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കിടാങ്ങളായ ഹസ്സൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാ, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാ. എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അതിന്റെ അർത്ഥം വേറെ ആരോടൊന്നും ചോദിക്കണമെന്നല്ല. തൗഹീദിന്റെ പരമകാഷ്ഠ ഇതാണ്. ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന സ്വഹാബികളുടെ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണ എന്തായാലും ഇപ്പൊ ഒരു 2 മീറ്റർ ഉയരണ്ടല്ലോ, ഒന്ന് ഇറങ്ങിയെടുക്കണേ കുറച്ച് പണി തന്നെയാണല്ലോ. അപ്പൊ അത് ഒന്ന് എടുത്തു തരീന്ന് പറഞ്ഞാൽ ഇസ്ലാമിക എനിക്ക് ആ സഹായത്തോടെ തെറ്റല്ല, ജായിസാണ്. താവനും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജായിസാണ്. എന്നാൽ തൗഹീദിന്റെ പവറിന് അത് കുറവാണ്. തൗഹീദ് ഉൾക്കൊണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരാള് അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം അത് വേറൊരാളോട് ചോദിക്കാൻ മടിച്ചിരുന്നു സ്വഹാബത്ത്. ഉപ്പ് തീർന്നു പോയ ചെരുപ്പിന്റെ ബാറ് പൊട്ടിയാൽ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം തന്നെ. അതിന്റെ അർത്ഥം എന്താ? റബ്ബേ എന്റെ ചെരുപ്പിന്റെ ബാറ് പൊട്ടി കല്യാണത്തിന് ഇറങ്ങിയപ്പോ അതുകൊണ്ട് ഇതൊരു 100 സൂചി ഇടുവാ തുന്നിക്കൊണ്ടാന്ന അർത്ഥത്തിലാണോ ഈ പറയുന്നത്? അല്ല. കറിയിൽ ഉപ്പില്ല, എന്താ നീ കാട്ടിയ കുറച്ചൊരു ഉപ്പും ചാക്കിണ്ടാക്കി കൊണ്ടാന്നാണോ? അല്ല. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ വലിയ റബ്ബിനോടാണ്. അല്ലാഹു ആരാണ്? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ വയത് പുറത്തേക്ക് ഇടാത്തതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ തൗഹീദ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നാളെ മാറി മോളിയൊക്കെ പാടാം. ഇത് പുറത്തു പോണില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മക്ക് വേണ്ടിയിട്ടുള്ള അവസാനിപ്പിക്കുമ്പോ അല്ലാഹു പറയാ വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയം എന്താണോ മന്ത്രിക്കുന്നത് അത് ഞാൻ അറിയും. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ട നാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവനാണ്. കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെയും ഹൃദയത്തിന്റെ ഓരങ്ങളിൽ മറച്ചു വെച്ചതിനെയും അറിയുന്നവൻ അല്ലാഹുവാണ്. ഉറക്കമില്ലാത്തവനും മയക്കമില്ലാത്തവനും സദാ ജാഗരൂകനുമാണ് അല്ലാഹു. ഒക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ടയർ പഞ്ചറാകുമ്പോ നമ്മള് ആ ഖദറിനെതിരില്, ആ മുസീബത്തിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറിനപ്പുറം നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം തലക്കടിച്ചു, പണ്ടാറണങ്ങാനെന്ന് പറഞ്ഞ് ശപിച്ചു, പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചടക്കാരനെ വിളിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആരുമില്ലാതാകുമ്പോ പിന്നെ ഒരു ഓർമ്മ, ഞാൻ കുടുങ്ങി ഞെത്ത കാട്ട് ഉണ്ടോ. അങ്ങനെ ഒരു തിണ്ടിന്റെ വക്കത്ത് നിന്ന് അള്ളാഹിനെ ഓർക്കുന്ന ജൂതന്മാരെ പോലെ ക്രിസ്ത്യാനെ പോലെ ആകരുത് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയാൽ കുടുങ്ങിയാൽ നമുക്ക് തുറച്ചു കിട്ടൂല. ആര് അല്ലാഹു തആല ജീവിതത്തെ പരമേൽപ്പിക്കുന്നുവോ അവൻ അല്ലാഹു ഒരു എക്സിറ്റ് കൊടുക്കും. ഒരു എക്സിറ്റ് അവന് കൊടുക്കും. കുടുങ്ങാൻ അല്ലാഹു അനുവദിക്കൂല. എന്നാൽ വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദാന ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ, മുസീബത്ത് വരുമ്പോ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്ന ആൾക്കാരുണ്ട്. ഇരിക്കുമ്പോഴും അല്ലാഹ്, നടക്കുമ്പോഴും അല്ലാഹ്, കിടക്കുമ്പോഴും അല്ലാഹ്. അങ്ങനെ അള്ളാനെ വിളിച്ച് പള്ളിക്കൊക്കെ കത്തൊക്കെ കൊടുത്തയച്ചിട്ട് ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആചാര്യ സ്വാക്കളാണ് ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തിയാക്ക് എത്തിങ്ങാനൊക്കെ പള്ളിക്ക് പത്തിയാക്ക് സിമന്റ്, മറ്റോടത്ത് കരി, ഇങ്ങനെ കൊടുക്കലെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാ മുസീബത്ത് ബലാലും അള്ളാഹ് തോന്നിക്കൊണ്ട് അള്ളാഹ് തീർത്തു കൊടുത്താലും ഫലമ്മാ കശഫ്നാ അൻഹു മർറം കഅല്ലം യദൂനാ ഇലാ ദുൽമസി, ഇങ്ങനത്തെ ഒരു സ്വയിപ്പ് ഓന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓനെ കണ്ടാ തീരില്ല. എന്താ? ഓന് പാലം കടക്കണ വരെ നാരായണ നാരായണ നാരായണ, പാലം കടന്നാൽ പിന്നെ പഠിച്ചോണ്ട് ഓർമ്മ ഉണ്ടാവില്ല. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. ശരിക്കും നമ്മൾ കേട്ടോളൂ. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു. വലിയൊരു പരീക്ഷണല്ലേ അല്ലേ? അള്ളാന്റെ കൽപ്പനക്ക് മുമ്പ് തന്നെ നാട് വിട്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ല. നറുക്കെടുപ്പിൽ യൂനുസ് അലൈഹിസ്സലാം തെരഞ്ഞു. കപ്പലിൽ നിന്ന് നേരെ കടലിൽ കണ്ടു. കടലിൽ പറഞ്ഞ ചില്ലറ കൂരാക്കൂരിട്ട്
തിരമാലകൾ ആഴിയുടെ അഗാധതയിലേക്ക് യൂനുസ് നീങ്ങി. ആ ആഴിയുടെ അഗാധയിൽ അതിനേക്കാളും വലിയ ഇരുട്ടിന്റെ ഉള്ളിക്ക് പിന്നെ യൂനുസ് നബി അള്ളാഹു കൊണ്ടുപോയി. എന്താ? തെമ്മിങ്കലം വിഴുങ്ങി തെമ്മിങ്കലം. അപ്പോഴാണ് യൂനുസ് അലൈഹി ഇസ്ലാം റബ്ബിനോട് പറയുന്നു, ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് യൂനുസ് അലൈഹി ഇസ്ലാം നമ്മ വിളിച്ചു. എന്താ പറഞ്ഞത്? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമയിൽ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ. ഈ ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ വെച്ച് യൂനുസ് അലൈഹി ഇസ്ലാം വിളിച്ചപ്പോൾ അല്ലാഹു തആല മത്സ്യത്തിന് വഹി നൽകി കരക്ക് കൊണ്ടുപോയി കക്കാൻ. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് നമുക്ക് ഗുണപാഠം. തൗഹീദുള്ളവർക്ക് ഉള്ള ഗുണപാഠമാണ്. എന്താ? വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നമ്മെ എപ്പോഴും ഓർക്കുന്ന പ്രകൃതക്കാരല്ലായിരുന്നെങ്കിൽ യൂനുസിനെ നാം ആ ഖബറിലെ ബർസഖ് മത്സ്യത്തിന്റെ വയറാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പള്ളനുള്ളത് പുറത്തു കിടക്കാൻ അള്ളാഹ് അവസരം കൊടുക്കൂലായിരുന്നു. പക്ഷെ എപ്പോഴും ഓർക്കും. അപ്പൊ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആരെ? വർഷാഭരണല്ല, പഞ്ചരക്കാരനല്ല. ആദ്യം ഓർക്കേണ്ടത് ആചാരല്ല, വയലാളികളല്ല, പിന്നെ അള്ളാഹ്. ഈ തൗഹീദിൽ നമുക്ക് അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്കണം. ഖദർ ഖലാ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈമാന്റെ മാധുര്യം എന്ന് പറയുന്നതൊക്കെ തൗഹീദിൽ ചാലിച്ചത്. അതായത് സ്വഹാബത്ത്. അപ്പൊ നമ്മൾ ആദ്യം പ്രശ്നം ഉണ്ടാവും പറയുന്നത്, പണ്ടാറടങ്ങാൻ സ്വയിപ്പായി വർഷാപകാരം കിട്ടുമെന്നല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ പറയണം അല്ലാഹുമ്മ അഹ്ജുർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഞാൻ ഈ അകപ്പെട്ടിരിക്കുന്ന മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരണം, ഇതിനേക്കാളും മെച്ചമുള്ളത് തരണം. എന്നിട്ട് നിങ്ങൾ വർഷാപകരം വിളി, പഞ്ചരക്കാരനെ വിളി. അതാണ് നമുക്ക് അനുവദിച്ച രീതി. ഈ രീതിയിൽ നമ്മൾ പോകേണ്ടത്. ഈ രീതിയിലേക്ക് അപ്പുറം പോകാൻ പാടില്ല. അവസാനിപ്പിക്കുമ്പോ റസൂലുള്ളാഹി അരികിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറഞ്ഞു, മാഷാ അല്ലാഹു വശഅത, നബി നിങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് നടക്കുമെന്ന്. നമ്മൾ പറയലുണ്ടല്ലോ, അജറെ നിങ്ങളൊന്ന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ മതി, മെമ്പറെ നിങ്ങളൊന്നൊക്കെ വിളിച്ചു തന്നാൽ മതി, സംഗതി നടക്കും, മാഷ നിങ്ങളൊന്ന് ഒപ്പിട്ടാൽ മതി. നമുക്ക് ആർക്കെങ്കിലും മാഷ് പഠിച്ചവനാണ്, മെമ്പർ അല്ലാഹനെ പോലെ ആർക്കും വിശ്വാസം ഇല്ല. സ്വഹാബിക്ക് അങ്ങനെ ഉണ്ടോ? റസൂലിന്റെ അടുത്ത് വന്ന് ഈ പറഞ്ഞ സ്വഹാബിക്ക് ഇല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബിയോട് പറഞ്ഞ വാക്കെന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ അഖി. നീ എന്താണോ അള്ളാന്റെ കൂടെ എന്നെ തുല്യനാക്കുകയാണോ? അജഅൽതനി ലില്ലാഹി നിദ്ദ, അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൂടെ എന്നെ തുല്യനാക്കുകയാണോ? ലാ തഖൂലു മാഷാ അല്ലാഹു വശാ ഫുലാൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇന്നയാൾ ഉദ്ദേശിച്ചാൽ ഒരിക്കലും പറയരുത്. വഖൂലു മാഷാ അല്ലാഹു വഹദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ. എവിടെ റസൂലുള്ളാഹി മുളയിൽ നുള്ളിക്കളയാത്തത്? റസൂലുള്ളാഹിയുടെ പുന്നാന മോനെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. സൂര്യന് ഗ്രഹണം ബാധിച്ചു, രണ്ടും ഒപ്പായി. ചക്കട്ടപ്പം വയലിനെ കിട്ടിയ മാതിരി ഇത് രണ്ടും ഒപ്പായി പോയി. പലരും പറഞ്ഞു ഈ സംഭവം ദുഃഖിച്ചുകൊണ്ട് സൂര്യൻ പങ്കുചേർന്നതാണ്. സൂര്യന് പോലും ദുഃഖം ഉണ്ടായി റസൂലിന്റെ മോൻ മരിച്ചപ്പോ. റസൂൽ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. മുളയിൽ നുള്ളിക്കളഞ്ഞു. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ പറ്റി പാടുന്ന കല്യാണ വീട്ടിലേക്ക് റസൂലാണ് കയറി ചെന്നപ്പോ കുട്ടികളെ ബദരീകളെ പറ്റി പ്രശംസിച്ച് പാട്ട് നിർത്തിയിട്ട് പിന്നെ പറഞ്ഞു, ഞങ്ങളുടെ കാര്യമായി നബി ഞങ്ങളെ കൂടെ ഉണ്ട്. റസൂൽ നിർത്തിക്കാളി. ആകാശഭൂമി ഗൈബ് അറിയുന്നവൻ അല്ലാതെ ആരുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഇല്ലാത്തത് പറയുന്നത്. ഇങ്ങനെ തൗഹീദിൽ ചാലിച്ച് ശിർക്ക് വിശ്വാസം നിർമ്മാർജ്ജനം ചെയ്ത് തവക്കുലും യഖീനും ഖദറുകളായ വിശ്വാസവും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ജനസമൂഹത്തെ വളർത്തിയെടുത്തു. അവരാണ് പിന്നീട് മദീന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നത്. എന്തിനും. അതുകൊണ്ട് നമുക്കും ഈ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ തൗഹീദ് നമ്മളിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിന്റെ മാധുര്യം മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കനവും ഗാംഭീര്യവും മനസ്സിലാക്കി, ജീവിതത്തിൽ ശിർക്ക് എന്ന മാരകമായ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, അത് കടന്നു വരുന്ന ഉറുമ്പരിച്ചു വരുന്ന പോലെ അരിച്ചു വരുന്ന സകല മേഖലകളെയും പഠിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനും അതിടക്കിടക്കിടക്കിടക്ക് മെമ്പറിലും ക്ലാസുകളിലും ഖുതുബകളിലും വീടുകളിലും ചർവിത ചർവണം എന്ന് പറഞ്ഞ പോലെ ചർച്ച ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ആ പ്രിയമായ ഇഷ്ടം അത് മരണം വരെ നമ്മളിൽ നിന്ന് വിട്ടുപോകാത്ത വിധത്തിൽ തൗഹീദിനെ സ്നേഹിക്കുന്ന ശിർക്കിനെതിരെ പോരാടുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ മരണം വരെ നമുക്ക് അംഗങ്ങളായി തുടരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യവും സമ്പത്തും സമയവും അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി റബ്ബിന്റെ വഹദാനിയത്തിന് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാന്റെ രാപ്പകലുകളിൽ നാം അനുഷ്ഠിക്കുന്ന ഈ അമൽ സ്വാലിഹാത്ത് അള്ളാഹു ഘനഗാംഭീര്യമുള്ള അമലുകളായി നമ്മുടെ മീസാൻ നിറച്ചു തരുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. രോഗികളായി വീട്ടിലും ആശുപത്രി കഴിയുന്നവർക്ക് അള്ളാഹു ശിഫാഇനെ പ്രദാനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു വയറ് നിറച്ച് നോമ്പ് തുറക്കാനും പിലച്ച കച്ചായം കഴിക്കാനും ഭക്ഷണമില്ലാത്തവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتدالنا يا ارحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. اقول قولي هذا استغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه انه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.